ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ദിവസേന വരുമ്പോൾ തന്നെ ഇന്നും നടാൻ തന്നെയാണ് വന്നത്. ഞാൻ നടാൻ പോവുക. ഇന്ന് നടാൻ പോകുന്നത് പച്ചക്കറിയല്ല, ഇന്ന് പൂച്ചെടിയല്ല, ഇലച്ചെടിയാണ് നടാൻ പോകുന്നത്. എന്തെങ്കിലും ഒന്ന് എപ്പോഴും എനിക്ക് നട്ടുകൊണ്ടേ ഇരിക്കണം. ഇന്നലെ പൂച്ചെടി നട്ടു, ആന്തൂറിയ നട്ടു, കുറേ എണ്ണം ഇങ്ങനെ റെഡി ആയിട്ട് വെച്ചു. മെനിയാന്ന് പച്ചക്കറി നട്ടു. അപ്പം അങ്ങനെ ഓരോ ദിവസം ഓരോന്നിങ്ങനെ നടുക. ഇന്ന് ഞാനൊരു ഇലച്ചെടിയാണ് നടുന്നത്. ഇലച്ചെടിയൊന്നും ഞാൻ നടലെന്നല്ല, എൻ്റെ ഇലച്ചെടിയൊക്കെ ഞാൻ സൈഡിലേക്ക് അങ്ങ് മാറ്റി. പിന്നെ ആ ഭാഗം ഞാൻ മൈൻഡൊക്കെ ഇല്ലായിരുന്നു. എനിക്ക് ഇലച്ചെടിയോട് താല്പര്യമേ ഇല്ല. പിന്നെ ഓരോന്നൊക്കെ അടിയുമ്പോൾ ഉണ്ടാകുന്ന സൈഡിലേക്കൊക്കെ വെച്ച് ശ്രദ്ധിക്കലേ ഇല്ല. പൂച്ചെടി ശ്രദ്ധിക്കും, പച്ചക്കറി ശ്രദ്ധിക്കും. അങ്ങനെ ഒരു ദിവസം ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇലച്ചെടി വെച്ച് കണ്ടപ്പോൾ എനിക്ക് ബോധം വന്ന്, എനിക്കൊരു മാറ്റം വന്ന്. അങ്ങനെയൊക്കെ വെച്ചാൽ നല്ല രസം ഉണ്ടാവില്ലേ. പിന്നെ ഞാൻ ഇവിടെ വന്ന് നോക്കി, എൻ്റെ ഇലച്ചെടി കാണിപടിയുള്ള ശ്രദ്ധിക്കാത്ത ഇലച്ചെടി, മൈൻഡ് വെക്കാത്ത ഇലച്ചെടി അവിടെ ഉണ്ടോ നോക്കുമ്പോൾ ഉഷാറിൽ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മിനുക്കിയെടുത്ത് കുറച്ചൊക്കെ ഞാൻ അകത്ത് വെച്ചു. ഇന്ന് വേറൊരു പുതിയ തരം ചെടിയാണ് ഞാൻ നടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാമല്ലോ. ഇതാ ഞാൻ നടാൻ പോകുന്ന ഇലച്ചെടി. ഇതിൻ്റെ പേരാണ് ഫിലോഡെൻഡ്രോൺ. ഇതിന് വേണ്ട അത്ര പരിചരണമൊന്നും വേണ്ട, എല്ലാവർക്കും നട്ടുപിടിപ്പിക്കാം. ഇത് നട്ടുപിടിപ്പിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട. ചെടി നടാനുള്ള കഴിവൊന്നും ഇല്ലാത്തവർക്ക് തന്നെ ഇത് നടാം, വേഗം ഉണ്ടാവും. ഇതിൻ്റെ കളർ ഒരു പ്രത്യേക കളറില്ലേ. ഇതിനെന്താ ഇപ്പം പറയുക, ഇളം പച്ചയോ മഞ്ഞയോ, ഞാൻ മഞ്ഞ എന്നൊക്കെ പറയുന്നത്. ഇത് പച്ച ഉണ്ട് കേട്ടോ. ഇത് ഫിലോഡെൻഡ്രോൺ സൂര്യപ്രകാശം, വെയിൽ നേരിട്ട് ഇങ്ങോട്ട് തട്ടിവിടാം. നേരിട്ട് തട്ടാൻ പറ്റില്ല, എന്നാലോ നല്ല വെളിച്ചവും വേണം. എപ്പോൾ നനച്ചു കൊടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഈ ചട്ടി ഞാൻ പറഞ്ഞില്ല, ഈ ചട്ടിയൊന്നും മൈൻഡ് വെക്കാതെ ആ മൂലയിലേക്ക് അങ്ങിട്ടതായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോന്ന് കണ്ട് മാറ്റം ഇങ്ങനെ വന്നതിന് ശേഷം നിങ്ങളാർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? എനിക്കങ്ങനെ എൻ്റെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഭയങ്കര ഇഷ്ടം, ഇതിനോട് ഭയങ്കര എന്താ അടങ്ങാത്ത ആഗ്രഹം അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മുന്നിൽ ഇങ്ങനെ വെച്ചാൽ, വെയിൽ കൊള്ളാത്ത ഭാഗത്ത് വെച്ചാൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കയറിക്കോളും. നല്ല വീതിയുള്ള ഇല ഉണ്ടാവും ഇത്. അപ്പോൾ ഞാനിത് പൊട്ടിച്ചിട്ട് നല്ലൊരു പോട്ടിലേക്ക് മാറ്റിയിട്ട് വീട്ടിൻ്റെ അകത്ത് വെക്കാനാണ് വിചാരിച്ച്. അപ്പം ഞാനിത് അകത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങി. ആദ്യം തന്നെ പോട്ടങ്ങ് മാറ്റൂ. എൻ്റെ പോട്ടൊക്കെ ആയിപ്പോയത് ഇതൊന്നും നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ, ഇതൊക്കെ പുറത്ത് മൈൻഡൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നല്ലൊരു പോട്ടിലേക്കാക്കി ഇത് കട്ട് ചെയ്ത് നിറയെ വേഗം ടൈക്കോളൂ. കട്ട് ചെയ്ത് ഒരു പൊട്ട് വീണ് ഇത് ഞാൻ അടിച്ച് വരുമ്പോൾ ഇത് പൊട്ടിപ്പോയി, എൻ്റെ ചൂലിൻ്റെ ഇത് തട്ടിയിട്ട്. അപ്പം ഞാൻ ആ സൈഡിലേക്ക് കുത്തി വെച്ചായിരുന്നു. അപ്പം എന്ന് പോയി നോക്കി ആ കുത്തി വെച്ചത് എന്തായിന്ന് അറിയാപ്പോൾ ഒന്നും ആയിട്ടൊന്നുമില്ല. ഇല ഒന്ന് കഴുകിയാൽ മതി, സൈഡിൽ തന്നെ ഉണ്ട്, ഒന്നുമില്ല. ആ വേരൊക്കെ പുതിയ വന്നു. ഞാൻ ഇവിടെ വെറുതെ കുത്തി കൊടുത്തിരുന്നു. അപ്പം ഞാനിത് മാറ്റി പുതിയ പോട്ടിലേക്ക് മാറ്റാൻ പോകും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് പൊട്ടിച്ചിട്ട് ഞാൻ ഈ നല്ല പോട്ടിലേക്കാണ് വെക്കുന്നത്. വേഗം മുളക്കൂ, അതുകൊണ്ട് പേടിക്കണ്ട, വേഗം മുളക്കും. അപ്പോൾ ഇത് മാറ്റിയിട്ട് പോട്ടി മിക്സ് നിറച്ചിട്ട് ഞാൻ അത് പൊട്ടിക്കുന്നുള്ളൂ, അല്ലാതെ ഇത് വാടിപ്പോണ്ട. അതുകൊണ്ട് ഇതിങ്ങ് മാറ്റട്ടെ. ഇതാ നിറച്ച് ഹോൾസ് വേണം, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ വെച്ച് അടിയിൽ ഞാൻ ചകിരി ഇടുക, കാരണം ആ ഹോൾസ് അടഞ്ഞു പോകും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മണ്ണിൻ്റെതൊക്കെ കല്ലണ്ട കുടുങ്ങി ഹോൾസ് അടയണ്ട വിചാരിച്ചിട്ട് ആദ്യം ഇതാ ഇതിൻ്റെ അടിയിൽ ഞാൻ ചകിരി ഇട്ട്, ഞാൻ അങ്ങനെ നടുവാൻ ചകിരി ഇടലുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് മണ്ണിടട്ടെ കേട്ടോ. ഏത് ചെടിയാണ് നടുമ്പോൾ അതിൻ്റേതായ പവറിൽ നടണമല്ലോ. പിന്നെ നമ്മൾ പോട്ടി മിക്സ് ഒന്നും ചെയ്യുന്നില്ല, കുറച്ച് ഇതിട്ടു. ഇനി സീമക്കൊന്ന നല്ലൊരു വള. ഇത് പിന്നെ ചാണകത്തിന് പകരം ഉപയോഗിക്കുന്ന. നമ്മൾ സീമക്കൊന്ന അങ്ങനെ പൊട്ടിച്ചെടുത്താലുണ്ടല്ലോ, ആ ചെടി പിന്നെ ഭയങ്കരമായിട്ടും എടുത്താൽ ഇതിന് കുറേ ശാഖകൾ വരും ഈ സീമകന്നൻ്റെ ചെടിയിൽ നിന്ന്. അപ്പോൾ നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാം. നല്ലൊരു പച്ചിലവള.
നമ്മളിങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന മണ്ണില്ലേ ഉറക്കൂര, നെട്ടോട്ട് ഓടിക്കോളും വേരുകൾ. വേഗം വേര് പിടിക്കാൻ നല്ലത്. മണ്ണ് ഉറക്കാത്ത പാറ പോലെ ഉറക്കാത്ത മണ്ണാണ് നല്ല. ഇത് ഞാനിങ്ങനെ ഇടട്ടെ, ഓരോന്നങ്ങിട്ട് നിറച്ചാലേ. അപ്പം ഇതിൽ ചകിരി ഇട്ട് പിന്നെ മണ്ണിട്ട് കുറച്ച് മണ്ണിട്ട് പിന്നെ ഞാൻ ഈ പിന്നെ ചീമക്കൊന്നൻ്റെ ഇട്ട്, അങ്ങനെ ആകുമ്പോൾ മണ്ണ് പാറ പോലെ ഉറക്കൂര, വേര് നെട്ടോട്ടങ്ങനെ ഓടുക. അങ്ങനെ വേരിങ്ങനെ ഉഷാറിൽ ഓടിക്കഴിഞ്ഞാലുണ്ടല്ലോ നന്നായിട്ട് ചെടികൾ വളർച്ച കൂടും, ധാരാളം ഈ തളിര് വരും. ഇതിന് പിന്നെ ഇതൊരു വള്ളി സൈസാണ്. ഇത് നല്ല ഭംഗിയുള്ള കരുത്തിലുള്ള ഇലകൾ വന്നോളൂ. ഇലൻ്റെ ഭംഗിക്ക് വേണ്ടിയാണല്ലോ ഇത് വളർത്തുന്നത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെയ്ത് ഇനി കുറച്ച് മണ്ണിടട്ടെ. മണ്ണ് എന്ന് പറയുന്നത് ഇത് നല്ല വളക്കൂറുള്ള, നമ്മൾ ഈ ചുമരുമലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാലുണ്ടാവും ഒരു സൈസ് പൂപ്പൽ ഇങ്ങനെ മുളച്ചിട്ടുണ്ടാവും നിറച്ചു. അത് ചെറുതി ഇങ്ങനെ എടുത്തത്, ആ എടുത്തത് നല്ലൊരു വള, നല്ല വള. ഇനി നമുക്ക് മഴക്കാലം കഴിഞ്ഞാൽ അത് കുറേ സ്ഥലത്തുണ്ടാവും. ഇതിങ്ങനെ ചിരണ്ടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ പെയിൻ്റൊക്കെ ചെയ്യാമല്ലോ. അതാ അതിന് വേണ്ടി അങ്ങനത്തെ ആണിത്. ഇതാന്ന് എടുത്തതാ. ഇനി ഞാനൊന്ന് പൊട്ടിക്കട്ടെ. ഞാൻ പൊട്ടി മിക്സ് നിറച്ചതിന് ശേഷം പൊട്ടിക്കാന്ന് വിചാരിച്ചു. ഏതായാലും നമ്മൾ പൊട്ടിക്കൂ, നേരത്തെ അങ്ങ് പൊട്ടിക്കണ്ട. പൊട്ടിച്ചിങ്ങ് എടുത്താലേ നല്ല ഇതാ നിറച്ച് വേരോട് വേരാട്ടോ അതിന്. ഇതാ നല്ല ഒന്നുമില്ല, എന്ത് ഭംഗിയാണ് അത് കാണാൻ, നല്ല ഭംഗി ഉണ്ടാവും. ഇതിങ്ങനെ ഇല നിറഞ്ഞ് വന്നാൽ ഇതൊക്കെ എന്താണെന്നറിയോ, എൻ്റെ ചെടി മേലത്തെ ചെടിമെന്ന് ഇങ്ങനെ വീണിട്ട് ഇതിമല ആയതാ. ഇതൊന്നുമില്ല, ഇതാ ഈ കളറാണ് അതിന് വരിക, കണ്ടോ? നല്ല അടിപൊളി കളറാണ്. ഇതിൽ വേറെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് വേറെ മുളച്ചോളൂ, അന്നേരം നമുക്ക് വേറെ പോട്ടിലേക്ക് മാറ്റാം. ഇതും മാറ്റാം, ഇത് ഞാൻ വേറെ പോട്ടിലേക്ക് മാറ്റും. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇത് മാത്രമേ ഇപ്പം അകത്ത് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരുങ്ങുന്നുള്ളൂ. ഇതാ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അടിയത്തൊക്കെ അങ്ങ് മാറ്റട്ടെ. അടിയിലുള്ള ഭാഗം വേണ്ട, നമ്മൾ മണ്ണിൻ്റെ അടിയിൽ വെക്കുന്ന ഇതങ്ങ് മാറ്റിയിട്ട് ഇതൊക്കെ അതിൽ തന്നെ വളയി നിന്നോട്ടെ. ഈ വേരൊക്കെ ഇതിൻ്റെ അടിയിൽ തന്നെ നിൽക്കട്ടെ. ഇതിങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. നല്ല കത്തി, അതിന് വേണ്ടി പാകമുള്ള കത്തി. ഇനി അതിൻ്റെ മേലേക്ക് ഇതങ്ങ് ഇട്ടാലേ പിന്നെ പറയാനുള്ളത്, ഇതൊക്കെ വരണ്ടി എടുക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം. മഴക്കാലാണ്, നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ല കണ്ണ് വേണം. എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ ഉണ്ടെങ്കിലേ പിന്നെ ഒരടാത്ത കയ്യാണ്. ഒരടാത്തൊന്നും ആരും പണിയെടുക്കരുതേ. എൻ്റെ വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്യുന്നുണ്ട് എന്ന് കുറേ പേര് പറയുന്നുണ്ട് എന്നോട്. വീഡിയോയിൽ തന്നെ ഇങ്ങനെ മെസ്സേജ് കാണുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരടണം കേട്ടോ. എനിക്ക് ഒരട്ട് പണിയെടുക്കാൻ എനിക്ക് എന്തോരം ഇടങ്ങറ് പോലെ. അപ്പോൾ ആപത്തൊന്നും വരുത്തരുത്. അപ്പോൾ എൻ്റെ പൂക്കളൊക്കെ കണ്ടാൽ ചോദിക്കൂ ഇതെങ്ങനെ. അപ്പം ഞാൻ കരിയില കമ്പോസ്റ്റൊക്കെ ഇടുമ്പോൾ അതുപോലെ കരിയിലപ്പം കളയുന്നില്ല. ഞാനിപ്പോൾ എല്ലാ കരിയിലും ചാക്കിലാക്കി ചെടി നടലാന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് വിടുന്നുണ്ട്. ഭയങ്കര ഹാപ്പി അത് കേൾക്കുമ്പോൾ. ഒരു കരിയിലയും കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ചാക്കിലാക്കി നട്ടിട്ട് ആ ചാക്കിൽ നമ്മൾ എന്തെല്ലാം പച്ചക്കറി നന്നായിട്ടുണ്ടാവും. നമ്മൾ വളം അന്വേഷിച്ച് നടക്കുകയേ വേണ്ട. പൈസ എത്ര ലാഭിക്കുക. ഒരു വീട്ടമ്മ വിചാരിച്ചാൽ അതൊക്കെ നടക്കും. ആണുങ്ങൾ പോയി നയിച്ച് അരി വാങ്ങിക്കൊണ്ട് വരട്ടെ. നമ്മളിങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഓരോ പണിയെടുത്ത് ഓരോന്നുണ്ടാക്കുക പച്ചക്കറി. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അകത്ത് നമ്മൾ ചെടി വെച്ചാൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്നറിയോ? എന്താ നട്ട് കഴിഞ്ഞു. ഈ കറുപ്പിൽ ഈ മഞ്ഞ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ? അകത്ത് വെക്കുന്ന കുറേ ചെടികളുണ്ടല്ലോ, ഇലച്ചെടികൾ. മണി പ്ലാന്റ് ഉണ്ട്, സർപ്പപ്പോളുണ്ട്, സ്നേക്ക് പ്ലാന്റ് അതുണ്ട്, പിന്നെ ബിഗോണിയ ഉണ്ട്. അങ്ങനെ പല ചെടികളുണ്ട്. ഇത് ഫിലോഡൻഡ്രൻ ഉണ്ട്, പലതരം കളറുകളുണ്ട്. അപ്പോൾ ഈ അകത്ത് വെച്ച ചെടികൾ അകത്ത് വെച്ചിരുന്നുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഒന്നാമതായി പ്രധാനമായിട്ട് വായു ശുദ്ധീകരിക്കും. ഈ സർപ്പപ്പോള പോലുള്ളതിനൊക്കെ ഭയങ്കരമായിട്ട് വായു ശുദ്ധീകരിക്കാൻ കഴിയും. വായു ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഈ ശ്വാസം മുട്ടൽ, അലർജി ഉള്ളവർക്കൊക്കെ നല്ലതാണ്. നല്ല വായു കിട്ടുമല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മർദ്ദം കുറക്കും.
നമ്മളിങ്ങനെ അകത്ത് നിൽക്കാതെ പണിയൊക്കെ ഇത് തളർന്നിരിക്കുമ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ ചെടി അടുത്ത് പോയി ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിന് ശാന്തത കിട്ടും, ഒരു ഉന്മേഷം കിട്ടും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഭംഗി കണ്ടാൽ തന്നെ മതിയല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവരും ഇങ്ങനെ എന്നെപ്പോലെ ഓരോ റൂമിലൊക്കെ ഓരോ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നോക്കിയിട്ടോ. നല്ലതാ, ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഗുണങ്ങളൊക്കെ. പിന്നെ ഇനി ഞാൻ സിറ്റ് ഔട്ടിലേക്ക് വെക്കട്ടെ. ഇവിടെ അങ്ങ് വെച്ചാൽ ഇവിടെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കയറിങ്ങനെ കെട്ടി കൊടുക്കും, ഇങ്ങനെ ചുറ്റാനില്ലേ. അങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ഇപ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ. ഞാൻ അങ്ങനെ ഇപ്പം വിചാരിച്ചത്, എൻ്റെ പ്ലാനിങ് അങ്ങനെയാ. വേറൊന്ന് വടി വെച്ച് കൊടുക്കാം, അങ്ങനെ അവർ ഉഷാറാവട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഞാൻ നോക്കുമ്പോഴല്ലേ ഈ വീഡിയോൻ്റെ ഈലൻ്റെ ഈ കളറും എൻ്റെ ഡ്രസ്സിൻ്റെ കളറും ഏകദേശം ഒന്നുപോലെ അങ്ങ് ആയി പോയതാട്ടോ. ഞാൻ നേരത്തെ വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ടതൊന്നുമല്ല. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ നോക്കുമ്പോഴാണ് കാണുന്നത് ഒരേപോലെ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.